ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് എന്ന സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ്. ആക്ച്വലി ഈ സിനിമ കാണുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്, അല്ലെങ്കിൽ ഈ സിനിമ എന്തുകൊണ്ട് കാണണം എന്നോട് ചോദിച്ചാൽ എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് ഉത്തരവില്ല. കാരണം ഇതിൻ്റെ കാസ്റ്റിംഗ്, ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇതിന് മുന്നേ ഈ ഒരു സീരീസിൽ നിന്ന് കുറേ സിനിമകൾ ഇറങ്ങി അങ്ങനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഹൈപ്പ് ചെയ്യുന്നു, അങ്ങനൊരു ആൻസറേ ഇപ്പോൾ എൻ്റെ ഇല്ല. എൻ്റെ കയ്യിലുള്ളൊരു ആൻസർ എന്താണെന്ന് വെച്ചാൽ ദ നൊസ്റ്റാൾജിയ ഇറ്റ് ഹോൾഡ്സ്, ദ ക്യാരക്ടർ ഹോൾഡ്സ്. ഒരു സിനിമയ്ക്ക് അങ്ങനെ ആവണമെന്നില്ല. ഞാൻ പറയുന്നത് ഈ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഈ ഒരു സിനിമ, പുതിയതായിട്ടൊരു സിനിമ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഹൈപ്പ് ആവുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു നൊസ്റ്റാൾജിയ ഫാക്ടർ ഇതിനകത്തുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക, അതേപോലെ എന്താ പറയുന്നത്, അയൺമാൻ, അതൊക്കെ ആ ഒരു കോമിക്സ്. ഞാനൊന്നും ആ സമയത്ത് ഒരു കോമിക്സ്, ഞാൻ പിന്നെ സിനിമ വന്നു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കോമിക്സ് ഉണ്ട്, അതിനെ ബേസ് ചെയ്താണ് ഈ സിനിമ വരുന്നതെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ അറിയുന്നത്. പക്ഷെ ഹീമാൻ അങ്ങനെയല്ല. ഹീമാൻ എൻ്റെ ഒരു 8ാമത്തെ വയസ്സിൽ, 10-12 വയസ്സിലൊക്കെ എനിക്ക് തോന്നുന്നു, നമ്മൾ നാട്ടിൽ വെക്കേഷന് പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് ദൂരദർശനിൽ നമ്മൾ ആ മറ്റേ പണ്ടത്തെ ടി വിയിൽ കാണുന്ന ഒരു സിനിമ, ഒരു കാർട്ടൂണായിരുന്നു ആക്ച്വലി ഹീമാൻ. മറ്റേ ഗ്രേസ് കൽക്കോട്ടയുടെ ശക്തി, എന്നോയിൽ ഈ ശക്തി കൂടുക എന്ന് പറഞ്ഞിട്ട് പുള്ളി മറ്റേ സ്വാഡൊക്കെ എടുത്ത് പൊക്കുമ്പോഴത്തേക്ക് നമ്മൾ കൈയടിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിരിക്കുന്ന ഒരു കാർട്ടൂണാണ്. പക്ഷെ പിന്നെ ശക്തിമാൻ വന്നു, എനിക്കൊന്ന് അത് ആ ശക്തിമാൻ വന്നു, സ്പൈഡർമാൻ വന്നു, പിന്നെ നമ്മൾ കുറച്ചുകൂടി വളർന്നപ്പോഴത്തേക്ക് അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, തോർ, വെനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ വഴി പോയി. പിന്നെ DC, ഞാനൊരു മാർവൽ ഫാനാണ്. അങ്ങനെ അത് പോയി. പിന്നെ ഹീമാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ ഓർത്തിട്ടേ ഇല്ല. പിന്നെ ഇടയ്ക്കാണ് ഞാൻ ഇത് കാണുന്നത്, ഇങ്ങനെ ഹീമാൻ സിനിമയാവുന്നുണ്ടെന്നും ആ സിനിമ ഉടനെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെയാണ് ഈ സിനിമ കാണാൻ ഞാൻ പോകുന്നതും. എനിക്ക് ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് ട്രാവിസ് നൈറ്റാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അനിമേഷൻ സിനിമാസൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ മറ്റേ കൂബോ ആൻഡ് ദ 2 സ്ട്രിങ്സ്, അതേപോലെ പാരാനോർമൽ, അതൊക്കെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. അതല്ല, നിങ്ങൾ ബംബിൾ ബി, ട്രാൻസ്ഫോമേഴ്സ് മൂവീസൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബംബിൾ ബി എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. കാസ്റ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് നിക്കോളാസ് ഗലറ്റ്സിൻ എന്ന് പറയുന്ന പുള്ളിയാണ് ഇതിനകത്ത് ഹീമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ കമീല മെൻഡസ്, സ്റ്റീല എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇഡ്രീസ് എൽബ, ഡങ്കൻ എന്ന് പറയുന്ന ക്യാരക്ടർ, പിന്നെ ജെറേഡ് ലെറ്റോ ആണ് ഇതിനകത്ത് സ്കെൽട്ടറായിട്ട് വരുന്നത്. ജെറേഡ് ലെറ്റോ നമ്മുടെ മോർബിയസ്, ആ ഒരു എന്താ പറയുന്നത്, മോർബിയസ് ഒക്കെ ചെയ്തിരിക്കുന്നത്, അതേപോലെ ട്രോൺ ആരിസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തുണ്ട്. പിന്നെ ജസ്റ്റിസ് ലീഗിലുണ്ട്. പിന്നെ സാക് സെൻഡേഴ്സ് ജസ്റ്റിസ് ലീഗ് അതിനകത്തുണ്ട്. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് കാസ്റ്റൊക്കെ കിടലുമായിരുന്നു. എനിക്ക് ആ ഒരു ഹീമാൻ്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ ആർക്ക് എന്ന് പറഞ്ഞാൽ, ആ ഒരു ക്യാരക്ടർ ആർക്ക് ഡെവലപ്മെൻറ്റും, ഇതെനിക്കൊരു ഹീമാൻസ് ഇൻട്രൊഡക്ഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു സിനിമ ഹീമാൻ അറിയാത്ത കുറേ ഒരു പാർട്ട് ഓഫ് പീപ്പിൾ ഉണ്ട്. അവർക്ക് ഈ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഇൻട്രൊഡക്ഷനും നമുക്കൊരു നൊസ്റ്റാൾജിയ ഫാക്ടർ തരുന്ന ഒരു സിനിമയും കൂടിയായിരിക്കും ഹീമാൻ. എനിക്ക് സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, ഇത് ആദ്യമേ പറയാം, ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഭയങ്കര ഡാർക്ക് ആക്ഷൻ പടമൊന്നുമല്ല. ഇത് ഒരു ആക്ഷൻ പടം തന്നെയാണ്, ഒരു സൂപ്പർ ഹീറോ ആക്ഷൻ പടം വിത്ത് എ സ്മെൽ ഓഫ് എ ഫീൽ ഗുഡ്. ആ ഒരു ഫീൽ ഗുഡിൻ്റെ മണമൊക്കെ ഉള്ള ഒരു നല്ലൊരു ആക്ഷൻ എൻ്റർടൈനറാണ്, സൂപ്പർ ഹീറോ എൻ്റർടൈനറാണ്. പിന്നെ ഇതിനകത്തൊരു തോട്ട് പോകുന്നുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു തോട്ട്. അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ആ തോട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരാളെ പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ഉണ്ടാവും, ലൈഫ് പാർട്ട്ണർ ഉണ്ടാവും. അങ്ങനെ പല ആൾക്കാരും നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അവൻ അതുപോലല്ല, അല്ലെങ്കിൽ അവൻ ഇതുപോലല്ല, അവൻ അതുപോലെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇതുപോലെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സോ ആ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഐ വിൽ അക്സെപ്റ്റ് യു ഹൂഎവർ ഓർ ഹൗ എവർ യു ആർ, ഐ വിൽ അക്സെപ്റ്റ് യു എന്നുള്ളൊരു ആ ഒരു അക്സെപ്റ്റൻസ് ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ മൊത്തത്തിലുണ്ടോയെന്ന് വെച്ചാൽ അതുമില്ല. അത്
പല സ്ഥലത്തും ഇപ്പോഴും ഇല്ല. പല എന്താ പറയുക, പല ഒരു ഇതില്ല. ആ ഒരു തോട്ട് ഇതിനകത്ത് വളരെ നല്ല രീതിക്ക് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അവർ വേറൊരു തോട്ടും കൂടി ഒന്ന് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഹീമാൻ്റെ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന നിക്കോളസ് ആഡം എന്ന് പറയുന്ന ക്യാരക്ടർ, പ്രിൻസ് ആഡം ഭയങ്കര ഒരു പേടിയുള്ളൊരു മനുഷ്യൻ. അയാൾ ഒരു ശക്തിശാലിയാവുന്നു. ഈ സോഡ് എടുക്കുമ്പോഴത്തേക്ക് പുള്ളി ശക്തിശാലിയാവുന്നു. അങ്ങനെ അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്കൊരു തോട്ട് ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേറൊരാളെ ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. വി ക്യാൻ ട്രസ്റ്റ് അവർ സെൽസ്. എന്താ പറയുന്നത്, ഒരു നല്ലതുണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ നല്ലതൊന്ന് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ വിശ്വസിച്ചാൽ മതി ഒരു ഒബ്ജക്റ്റിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലോ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മളെ തന്നെ വിശ്വസിച്ചാൽ അത് നടക്കും എന്നുള്ളൊരു തോട്ട് അവർ പറഞ്ഞു പോകുന്നുണ്ട്. മൊത്തത്തിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി പടം. കുട്ടികളൊക്കെ ആയിട്ട് പോയി ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു ആക്ഷൻ, സയൻസ് ഫിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആക്ഷൻ സൂപ്പർ ഹീറോ പടം. അതാണ് എനിക്ക് ഹീമാൻ. ആൻഡ് ഇറ്റ് വാസ് നൊസ്റ്റാൾജിയ ഫോർ മീ. ഒരു 90s കിഡ്സിനെല്ലാം നൊസ്റ്റാൾജിയ ഫാക്ടർ തന്നെ ഉണ്ടാവുന്നില്ല. പിന്നെ ആ തോട്ട് പറഞ്ഞിരിക്കുന്ന രീതിയാണെങ്കിലും, അങ്ങനെ ഒരു വലിയ ക്യാരക്ടർ ആ ഒരു തോട്ട് എടുത്ത് നമ്മളോട് പറയുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കാം, കറക്റ്റ് ആണല്ലോ. അതേപോലെ ആ ഒരു തോട്ട് അവർ ആ ഒരു ജോണറിനെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് തരുമ്പോഴത്തേക്ക് ഇറ്റ് ഫീൽസ് ഗുഡ്. സോ അതാണ് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇനിയും സൂപ്പർ ഹീറോ പടങ്ങൾ വരാനുണ്ട്. അടുത്ത മാസം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. സ്പൈഡർമാൻ സിനിമകളൊന്നും അങ്ങനെ എന്താ പറയുന്നത്, ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൂവി. ജൂലൈ 31 സോ അതുണ്ട്. കാരണം അതും ഇതേപോലെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം അതിൽ പണിഷർ, ഡെയർ ഡെവിൽ, ഒരുപാട് സാധനങ്ങൾ വന്ന് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്തൊക്കെ സർപ്രൈസസ് ആണ് അതിനകത്ത് ഹോൾഡ് ചെയ്യുന്നതെന്നുള്ളത്. മേ ബി ഒരു അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്കുള്ളൊരു മേ ബി എന്തെങ്കിലും ഒരു ഓപ്പണിങ് അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാൻ ഈ പറഞ്ഞത് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ കമൻറ്റ് അഭിപ്രായം കൂടി ഒന്ന് രേഖപ്പെടുത്തിയേക്കണം. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ